ഹായ് ഗൈസ്, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇറാന്റെ അറ്റാക്കുകൾ കഴിഞ്ഞിട്ട് അടുത്ത പാകിസ്ഥാനായിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന വലിയൊരു ന്യൂസ് പുറത്തു വന്നിരിക്കുന്നു. ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുറെ ന്യൂസ് എല്ലാം പുറത്തിറക്കിയിട്ടുണ്ട്. അതെന്താന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ സുപ്രീം ലീഡറായ ആയതുൽ ഖൊമേനിയെ കൊല്ലാനുള്ള ശ്രമം, അതുപോലെ തന്നെ യുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടി നോക്കുകയാണെങ്കിൽ, അതായത് ഇറാന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിലും രണ്ടുപേരും ഈ യുദ്ധം നിർത്താനുള്ള യാതൊരുവിധ താല്പര്യവും കാണിക്കുന്നില്ല. ഇപ്പോൾ അതായത് ഇസ്രായേൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഹിസ്ബുള്ളനെ എങ്ങനെ ഇല്ലാണ്ടാക്കിയോ അതേ രീതിയിൽ തന്നെ അതായത് ഇറാനും ഓരോ സ്റ്റെപ്പ് പുറകോട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതായത് എങ്ങനെയൊക്കെയാണ് ഇറാന്റെ ടോപ്പ് ലീഡേഴ്സിനെ ഇല്ലാണ്ടാക്കിയത്. എന്നാൽ 3ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴും ഇസ്രായേൽ പ്രധാനപ്പെട്ട കുറെ തലകൾ ഇല്ലാണ്ടാക്കിയിരുന്നു. ഇപ്പോൾ പുതിയതായി വന്ന റിപ്പോർട്ട് എന്താ വെച്ചാൽ, അതായത് ഇറാന്റെ പോലീസ് വിങ്ങിന്റെ കമാൻഡറിന്റെ ഏറ്റവും ചീഫായ അതായത് സർദാർ റാഡൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, അതിനെ തുടർന്ന് പിന്നെ വന്ന ന്യൂസുകളാണ് ഏറ്റവും ഷോക്കിംഗ് ആയ കാര്യം. അതായത് ഇറാന്റെ ഇന്റലിജൻസ് ഓൾറെഡി വീക്കാന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ വന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇറാൻ തന്നെ കൺഫേം ചെയ്താണ് ഇറാന്റെ ഉള്ളിൽ അതായത് ഇസ്രായേലും മൊസാദും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഡ്രോൺ ഫാക്ടറി ഉണ്ടാക്കി. ആ ഡ്രോൺ ഫാക്ടറിയിൽ നിന്ന് കുറെ സൂസൈഡ് ബോംബ്സ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറാനെ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ആ അതായത് ഭരണകൂടത്തിന്റെ ഇന്റലിജൻസ് എത്രമാത്രം വീക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇന്റലിജൻസ് ആണ് അവർക്കുള്ളത്. എങ്കിലും ആ ഇന്റലിജൻസിനെ, അതായത് ഒരു ഇന്റലിജൻസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്, അതിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേൽ ഇന്നലെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാന്ന് വെച്ചാൽ, അതായത് അവരുടെ ഇന്റലിജൻസ് ചീഫായ മുഹമ്മദ് കസീമി, ഡെപ്യൂട്ടി ചീഫായ ഹസൻ മൊസാക്യു, അതുപോലെ തന്നെ സീനിയർ കമാൻഡറായ മൊസൻ ബഹേരി. അപ്പോൾ ഇത്രയും പേരെ ഇതിൽ ഇല്ലാണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇന്റലിജൻസ് ഇല്ല, ആ ഒരു ഉള്ള ഇന്റലിജൻസും കൂടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ക്രൈസിസിലോട്ടാണ് പോകുന്നത്. അപ്പോഴാണ് റോയിറ്റർ ന്യൂസ് ഒരു പുതിയ ന്യൂസ് കൊണ്ടുവരുന്നത്. അതായത് ഇസ്രായേൽ അതായത് ആയതുൽ ഖൊമേനിയെ തന്നെ ടാർഗറ്റ് ചെയ്തു. പെട്ടെന്ന് അമേരിക്ക വന്ന് തലയിട്ടുകൊണ്ട് തന്നെ ആ പ്ലാൻ കൈവിട്ടു എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ആയതുൽ ഖൊമേനിയെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആയതുൽ ഖൊമേനിയെ ടാർഗറ്റ് ചെയ്യാൻ അതായത് ഇസ്രായേലും മെല്ലെ മെല്ലെ ലക്ഷ്യമിടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവർ ആദ്യം തന്നെ ആയതുൽ ഖൊമേനിയെ തീർക്കൊള്ളാനോ. പക്ഷെ ഇപ്പോൾ എല്ലാ എക്സ്പേർട്ടും പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലും അവിടെ ഒരു ഭരണകൂടം മാറ്റം വരണം. അപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യം വെക്കുകയാണെങ്കിൽ അവിടെയുള്ള കുറേ ജനങ്ങൾ ആയതുൽ ഖൊമേനിക്ക് എതിരെയാണ്. പക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ ഇസ്രായേൽ ആയതുൽ ഖൊമേനിയെ തന്നെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ആയതുൽ ഖൊമേനിയെ ഇല്ലാണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള അതായത് ഇമോഷണൽ സെന്റിമെന്റ് വരികയും ജനങ്ങളെല്ലാം തന്നെ ആയതുൽ ഖൊമേനിയുടെ ഒപ്പം നിൽക്കാൻ തുടങ്ങും. അതായത് ആ ഭരണകൂടം വീണ്ടും സ്ട്രോങ് ആവും. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ച പ്ലാൻ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആയതുൽ ഖൊമേനിയെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ഇത് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത് അവരുടെ ഇസ്രായേലിന്റെ ഇത്രയും വലിയൊരു അഗ്രസീവ് അറ്റാക്കിൽ 73 കുട്ടികളും സ്ത്രീകളും മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിന് എങ്ങനെയും അവരുടെ അതായത് കൂടുതൽ ആൾക്കാരും ടെഹ്റാൻ വിട്ടു പോകണം. അതുകൊണ്ട് തന്നെ അറ്റാക്കുകൾ കൂടുതലും ടെഹ്റാനിലാണ് നടത്തുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ടെഹ്റാൻ വിട്ടു പോകുന്ന വീഡിയോസുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഷോർട്ട് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോകൾ, അതായത് അറ്റാക്ക് നടത്തുന്ന കംപ്ലീറ്റ് വീഡിയോകളും അതുപോലെ തന്നെ എല്ലാ വീഡിയോസും അപ്ഡേറ്റുകളും നമ്മുടെ വാട്സപ്പ് ചാനൽ സ്ഥിരമായി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണണം താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ മെല്ലെ മെല്ലെ ടെഹ്റാൻ വിട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതായത് ടെഹ്റാന്റെ ചുറ്റും വലിയ രീതിയിലുള്ള ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് യുഎസിനെ ഇതിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ GBU-70, അതായത് ഇസ്രായേൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന F-35 കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഏത് അഡ്വാൻസ് വിമാനം കൊണ്ടോ ഇറാനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി കംപ്ലീറ്റ് ആയിട്ടും തകരാൻ കഴിയില്ല. കാരണം അത്രമാത്രം അടിയിലാണ് അവരിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് അമേരിക്ക ഇതിലോട്ട് വരികയാണെങ്കിൽ അമേരിക്കയുടെ B-2 ബോംബർ ഉപയോഗിച്ചുകൊണ്ട് GBU-70 വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറും തകരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് അത് അവർ തമ്മിൽ നടത്തുന്ന യുദ്ധമാണ്, ഞങ്ങൾക്ക് താല്പര്യമില്ല അതിലോട്ട് തലയിടാൻ. യുഎസിന്റെ കുറെ കാർഗോ എയറോപ്ലെയിനിൽ തന്നെ ഇസ്രായേൽ വന്നിട്ട് അമ്യുനേഷൻസ് ആണെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞിട്ട് എപ്പോഴേലും അതായത് ഇപ്പോൾ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇറാന്റെ അവസാനമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം ഇറാൻ എങ്ങനെയായിരിക്കും ഇതിന് പ്രതികരിക്കാൻ പോകുന്നത്. എന്തെങ്കിലും അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഇറാനും അറിയാം അത് വലിയ രീതിയിലുള്ള അറ്റാക്ക് തിരിച്ചുണ്ടാവുന്നത്. പക്ഷേ ഒരുപക്ഷെ മൊസാദ് ഫാൾസ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് അത് അമേരിക്കനെ ഈ യുദ്ധത്തിലോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റഷ്യ അവരുടെ പ്രധാനപ്പെട്ട സിറ്റീസിനെ എല്ലാം തന്നെ ഇറാൻ വിട്ട് എത്രയും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി
നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രധാനമായി നോക്കുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അതായത് ഇപ്പോൾ ഓരോ ദിവസം അവരുടെ ഇത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതായത് ആദ്യത്തെ ദിവസം 150ഓളം ബലിസ്റ്റിക് മിസൈലാണ് അവർ ഇസ്രായേലിനെതിരെ നടത്തിയത്. ഇതിൽ ഏകദേശം ഇന്റർസെപ്റ്റ് ചെയ്തെങ്കിലും കുറച്ച് ഇസ്രായേലിന്റെ ടെലവീവിലും ജെറുസലേമിലും അതുപോലെ തന്നെ ഹൈഫ പോർട്ടും അറ്റാക്ക് ചെയ്തു. രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ ഇത് 100ആയി കുറഞ്ഞു, പിന്നെ 50ആയി, പിന്നെ 40ഓളമായി. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ അത് ഇറാന്റെ അടുത്ത് കുറേയധികം ബലിസ്റ്റിക് മിസൈലും ഹൈപ്പർസോണിക് മിസൈലും ഉണ്ട്. പക്ഷെ ഇത് അയക്കാനുള്ള സംവിധാനം വേണ്ടേ, അതെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ അതിന്റെ ബാറ്ററി മറ്റു കാര്യങ്ങളെല്ലാം തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ വെച്ചാൽ അത് അവരുടെ ഈ അയക്കുന്ന ക്യാപ്പബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരികയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇത്രയും മിസൈലുണ്ട്, പക്ഷെ ഇങ്ങനെ അയക്കുന്ന സംഖ്യ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് ഏറ്റവും വലിയ വിജയമാണ്. കാരണം ഇങ്ങനെ കുറേ അധികം അയക്കുന്നതുകൊണ്ടാണ് ഇസ്രായേലിന്റെ അയൺ ഡോമിനും ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ അത് ഇസ്രായേലിന് ഏറ്റവും വലിയ വിജയമാണ്. ഓൾറെഡി ഇസ്രായേലിന് കിട്ടിയ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നുപോലും ഇല്ലാണ്ട് തകർത്തതാണ്. അതായത് അവർ ആക്ടിവേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് തന്നെ ഇസ്രായേൽ അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് എവിടെ വേണമെങ്കിലും കയറി അറ്റാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇസ്രായേൽ നയിക്കുന്ന എല്ലാ മിസൈലും ഡ്രോണും കൃത്യമായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇറാന് ഇത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ തിരിച്ചു നോക്കുകയാണെങ്കിൽ അതായത് ഇസ്രായേലും കുറേയധികം പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഇത്രമാത്രം അയൺ ഡോം ഉണ്ടെങ്കിലും കുറേയധികം മിസൈലുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കഴിഞ്ഞ 2 ദിവസം നോക്കുകയാണെങ്കിൽ കുറേ അധികം ബിൽഡിങ്സ് ഇസ്രായേലിന് നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും ഒരു 13ഓളം പേര് മരണപ്പെട്ടു. ഇങ്ങനെയുള്ള കുറേ അപ്ഡേറ്റുകൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ കുറേയധികം ജനങ്ങൾ ഇപ്പോഴും ബങ്കറിൻ്റെ ഉള്ളിലാണ് കഴിയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഐഫ പോർട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഐഫ പോർട്ടിൽ ഇത്ര പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറാൻ പറയുന്നത് ഇസ്രായേലിന്റെ ഈ ന്യൂക്ലിയർ വെപ്പണിന്റെ കുറേ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ തന്നെ ഇവിടെയാണ് കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ ഓയിൽ പോർട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ടാർഗറ്റ് ചെയ്ത കുറേ സംഭവങ്ങളെല്ലാം അവർ അച്ചീവ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലുള്ള പല നേതാക്കളും അടുത്ത പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അതായത് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, അടുത്ത നമ്മളെയായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം നമ്മുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി നെതന്യാഹുവിന്റെ ഒരു ഇന്റർവ്യൂവിൽ പണ്ട് നെതന്യാഹു പറഞ്ഞാണ്, അതായത് ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ആരുടെയും കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ത്രെറ്റാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് അത് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒന്നാവണം എന്നുള്ളത്. എന്നാൽ ഇപ്പോഴുള്ള ഭരണകൂടം ഒന്നും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ പ്രത്യേകത എന്താ വെച്ചാൽ അതായത് പാകിസ്ഥാനെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും റിയാക്ട് ചെയ്യണമെങ്കിൽ അമേരിക്ക അതിൽ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുമില്ല. അതുപോലെ തന്നെ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ ഇറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് കൊടുക്കാനുള്ള സാധ്യതകളും കുറവാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് വെറും ബേസ്ലെസ് ആണെന്നുള്ള കാര്യം മാത്രം ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് സൈഡും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള സംഭവങ്ങളെല്ലാം ഇതാണ്, അതായത് ഇപ്പോൾ ഇറാന് കുറേ അധികം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ കാപ്പബിലിറ്റി മാത്രം കുറഞ്ഞു. അതായത് ഇങ്ങനെ അയക്കുന്ന കാപ്പബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറാൻ യുദ്ധത്തിലോട്ട് തോൽക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.